ഇനി 7ാമത്തെ ശ്ലോകമാണ്. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമാം നായകാ മമ സൈന്യസ്യ സജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. അസ്മാകം നമ്മുടെ, അസ്മാകം തു നമ്മുടെ ആകട്ടെ, വിശിഷ്ടായേ വിശിഷ്ട വളരെയേറെ വൈശിഷ്ട്യമുള്ളതായിട്ടുള്ള, യേ എന്ന് പറഞ്ഞാൽ യാതൊരാളാണോ, യഹ എന്നുള്ള അർത്ഥത്തിലാണ്. താൻ നിബോധ, താൻ അവരെ, നിബോധ അറിയുക, ദ്വിജോത്തമ അല്ലയോ, ദ്വിജൻ എന്നാൽ ബ്രാഹ്മണൻ, ദ്വിജോത്തമ ബ്രാഹ്മണശ്രേഷ്ഠ, നായക മമ സൈന്യസ്യ നായക നായകന്മാർ, മമ എൻ്റെ, സൈന്യസ്യ സൈന്യത്തിൻ്റെ, സജ്ഞാർത്ഥം താൻ ബ്രവീമി തേ സജ്ഞാർത്ഥം അറിയുവാൻ വേണ്ടി, താൻ എന്ന് പറഞ്ഞാൽ അവരെ, ബ്രവീമി പറഞ്ഞു തരാം, തേ അങ്ങേക്കായിക്കൊണ്ട്. അല്ലയോ ബ്രാഹ്മണോത്തമ, ഇത്രയും നേരവും പാണ്ഡവപക്ഷത്തുള്ള ശ്രേഷ്ഠന്മാരെയൊക്കെ കാണിച്ചു പറഞ്ഞു, അവരുടെ കേമത്തരങ്ങൾ, അവരുടെ ആ ഒരു പരാക്രമങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിച്ചു. ഇനി അടുത്തത് തൻ്റെ തന്നെ സൈന്യത്തിലുള്ള പരാക്രമികളായിട്ടുള്ള യോദ്ധാക്കളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ദുര്യോധനൻ. അവരോട് പറഞ്ഞത്, അല്ലയോ ബ്രാഹ്മണ, നമ്മുടെ സംഘത്തിൽ വിശിഷ്ടരായിട്ടുള്ളവർ അങ്ങ് കരുതണ്ട ഇല്ല എന്ന്, എതിർപക്ഷത്ത് മാത്രമാണ്, ധാരാളം പരാക്രമികൾ നമ്മുടെ പക്ഷത്തുമുണ്ട്. അങ്ങയെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യർക്ക് അറിയാത്തതല്ല, പക്ഷെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം. 8ാമത്തെ ശ്ലോകം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദിത്തിസ്തഥൈവ ച. ഭവാൻ അങ്ങും, അതായത് ദ്രോണാചാര്യർ ഒട്ടും മോശമല്ല, ആയുധകലയിൽ വളരെ കേമനായിട്ടുള്ള ആളാണ് ദ്രോണാചാര്യർ. ശസ്ത്രാസ്ത്ര വിദ്യകളൊക്കെ രണ്ടു കൂട്ടർക്കും പഠിപ്പിച്ചു കൊടുത്ത ആചാര്യൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അസ്ത്രവിദ്യകൾ നന്നായി അറിയുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങും, ഭീഷ്മശ്ച ഭീഷ്മപിതാമഹനും, കർണശ്ച കർണഹച്ച കർണനും, കൃപശ്ച കൃപനും, സമിതിഞ്ജയ എന്നും പോരിൽ ജയിക്കുന്നവനായിട്ടുള്ള, അശ്വത്ഥാമ വികർണശ്ച അശ്വത്ഥാമാവും വികർണനും, സൗമദത്തിർജയദ്രഥ സോമദത്തൻ്റെ പുത്രനും, സൗമദത്തി എന്ന് പറഞ്ഞാൽ സോമദത്തൻ്റെ പുത്രനും, ജയദ്രഥ അങ്ങനെ സോമദത്തൻ്റെ പുത്രനായിട്ടുള്ള ഭൂരിശ്രവസ്, അതേപോലെ തന്നെ ശസ്ത്രാസ്ത്ര വിദ്യകൾ നന്നായി അറിയുന്ന ദ്രോണാചാര്യർ, ഭീഷ്മപിതാമഹന്, കർണന്, കൃപര്, അതേപോലെ തന്നെ വികർണൻ, അശ്വത്ഥാമാവ് തുടങ്ങിയവരെ ഒക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞില്ല. വീണ്ടും അടുത്ത ശ്ലോകത്തിൽ തുടരുകയാണ്. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാ. അന്യേ ച ബഹവഃ ശൂരാ, അന്യേ ച ഇതല്ലാതെ മറ്റു പലരും, ബഹവ എന്ന് പറഞ്ഞാൽ ധാരാളമുണ്ട്, ശൂര ശൂരന്മാരായിട്ടുള്ള, വീരശൂര പരാക്രമികളായിട്ടുള്ള അനേകം യോദ്ധാക്കൾ ഇനിയും ധാരാളമുണ്ട് നമ്മുടെ സൈന്യത്തിൽ. നമ്മുടെ സൈന്യത്തിലുള്ള എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തിയതല്ല. അതായത് വളരെ യുദ്ധകലയിൽ, യുദ്ധവും ഒരു കലയാണ്, അതിൽ മുന്നേറി പോകുക എന്ന് പറയുന്നത് അതും ഒരു കലയാണ്. അതിൽ വളരെയേറെ വൈദഗ്ധ്യമുള്ളവരെയാണ് ഇപ്പോൾ ദുര്യോധനൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചത്. പറയുകയാണ്, ഇത് മാത്രമല്ല, അല്ലാതെ അനേകം പേർ മദർത്ഥേ ത്യക്തജീവിത, മദർത്ഥേ എനിക്കായിക്കൊണ്ട്, ത്യക്തജീവിത ജീവൻ ത്യജിക്കാനൊരുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് ധാരാളം പേര്. അവരൊക്കെ മഹാപരാക്രമികളും കൂടിയാണ്. നാനാ ശസ്ത്രപ്രഹരണ പല വിധത്തിലുള്ള ആയുധങ്ങളുമായിട്ടാണ് അവർ
നിൽക്കുന്നത്. അതായത് ഏറെ പ്രഹരണശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ അവർ വളരെ വൈദഗ്ധ്യമുള്ളവരാണ്. സർവേ യുദ്ധവിശാരദ, സർവേ എപ്പോഴും എല്ലാവരും, അവരെല്ലാവരും തന്നെയും യുദ്ധവിശാരദ, യുദ്ധത്തിൽ വളരെ നൈപുണ്യമുള്ളവരുമാകുന്നു. അപ്പോൾ ഈ നിൽക്കുന്ന പ്രധാനപ്പെട്ട കുറേ വീരന്മാരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇവർ മാത്രമല്ല, ഈ നമ്മുടെ സൈന്യത്തിൽ അനേകം വീരശൂര പരാക്രമികളായിട്ടുള്ള യോദ്ധാക്കളുണ്ട്. അവർ ശസ്ത്രാസ്ത്ര വിദ്യകളിലൊക്കെ വളരെ കേമന്മാർ തന്നെയാണ്. അവരൊക്കെയും എനിക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അഥവാ ദ്രോണാചാര്യരെ പാണ്ഡവപക്ഷത്ത് മാത്രമല്ല, കൗരവപക്ഷം വളരെ ശക്തമായിട്ടുള്ള ഒരു എതിരാളി തന്നെയാണ് എന്നൊന്ന് ദ്രോണാചാര്യർക്കൊരു ആത്മബലം വർദ്ധിപ്പിക്കുവാൻ എന്നോണം ഇവിടെ ദുര്യോധനൻ പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭഗവത്ഗീതയിലെ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ശ്ലോകമാണിത്. ഈ ഭഗവത്ഗീതയിൽ നമ്മളിനി അങ്ങോട്ട് പോകുന്തോറും ഒരു ശ്ലോകം പോലും ഭഗവാന്റെ വായിൽ നിന്ന് വീഴുന്നത് പാഴ്വാക്കല്ല എന്ന് കാണാം. പക്ഷേ എന്താണ് യുദ്ധത്തിൻ്റെ അനന്തരഫലമെന്ന് വളരെ മുന്നേ തന്നെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശ്ലോകമാണിത്. അപ്പോൾ നോക്കൂ, സഞ്ജയൻ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, സഞ്ജയൻ ഈ യുദ്ധഭൂമി കാണുവാൻ ഒരു ദിവ്യദൃഷ്ടി കൊടുത്തിട്ടാണ് ഭഗവാൻ അത് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന സഞ്ജയനിലൂടെ. അങ്ങനെ ആ ദിവ്യദൃഷ്ടിയുള്ള കിട്ടിയ സഞ്ജയൻ നിസ്സാരക്കാരനല്ല, മഹാജ്ഞാനിയായിരുന്നു. നോക്കൂ, വളരെ സാത്വിക ഭാവമുള്ള ആളും കൂടിയായിരുന്നു. ഈ ദുഷ്ടരുടെ ഇടയ്ക്കും ദുഷ്ട മനസ്ഥിതിയുമായി അല്ലെങ്കിൽ തമോഗുണ രജോഗുണ പ്രധാനികളായി കഴിഞ്ഞിരുന്ന കൗരവരുടെ നടുക്ക് സാത്വിക ഭാവത്തിൽ നിലനിന്നിരുന്ന ഏതാനും ചിലരിൽ ഒരാൾ കൂടിയാണ് സഞ്ജയൻ. അതിലൊരാളാണ് വിതുര. അത് ഈ യുദ്ധത്തിന് മുൻപ് തന്നെ ദുര്യോധനൻ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു ചെറിയച്ഛനായ വിതുരരെ. അതുകൊണ്ട് തന്നെ ധർമ്മം പാടേ ഇല്ലാതായി കഴിഞ്ഞു. അതോടെ ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണ്, ധർമ്മദേവൻ്റെ പുത്രനായിട്ടാണ് വിതുരരെ കണക്കാക്കുന്നത് തന്നെ. അപ്പോൾ ധർമ്മം പടിയിറങ്ങിപ്പോയി കഴിഞ്ഞു. പിന്നീട് ഉള്ള സാത്വിക ഭാവത്തിലുള്ള കുറച്ചു പേരിൽ ഒരാളായിരുന്നു സഞ്ജയൻ. ആ സഞ്ജയൻ യുദ്ധത്തിന് വളരെ മുന്നേ തന്നെ, യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവിന് കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അപര്യാപ്തം തദസ്മാകം, അപര്യാപ്തമാണ്, മതിയാവുന്നതല്ല. എന്താ തദസ്മാകം, തത് അസ്മാകം, അസ്മാകം എന്നാൽ നമ്മുടെ അപര്യാപ്തമായിട്ടുള്ളതാണ്. എന്ത്? ബലം ഭീഷ്മാഭിരക്ഷിതം, ബലം നമ്മുടെ സൈന്യം ഭീഷ്മാഭിരക്ഷിതം, ഭീഷ്മ പിതാമഹനാൽ രക്ഷിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം, 11 അക്ഷൗഹിണി പടകളോടുകൂടിയ നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്. എവിടെയാണ് നിൽക്കുന്നത്? യുദ്ധഭൂമിയിൽ എതിരെ നിൽക്കുന്ന പാണ്ഡവർക്ക് വെറും 7 അക്ഷൗഹിണിപ്പട സൈന്യം മാത്രമുള്ളിടത്ത് നിൽക്കുമ്പോഴും സഞ്ജയൻ പറയുകയാണ്, നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്. പര്യാപ്തം ത്വിതമേതേഷാം, പര്യാപ്തം എന്നാൽ പര്യാപ്തമാണ്. ത്വിതം ഏതേഷാം, തു ഇതം അവരാകട്ടെ, ഈ പാണ്ഡവരാകട്ടെ അവരുടെ സൈന്യം പര്യാപ്തമാണ്. ബലം ഭീമാഭിരക്ഷിതം, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന പാണ്ഡവരുടെ സൈന്യം പര്യാപ്തമാണ്. യുദ്ധം തുടങ്ങുന്നതിനു മുൻപേ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ സൈന്യം എത്ര അക്ഷൗഹിണിപ്പടകൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും അത് അപര്യാപ്തമാണ്. ഭീഷ്മ പിതാമഹനാൽ നയിക്കപ്പെട്ടിട്ട് കൂടി, മഹാപരാക്രമിയാണ് ഭീഷ്മ പിതാമഹന്. നോക്കൂ, ഭഗവാന് ആയുധമെടുക്കില്ലെന്ന് പറഞ്ഞ ഭഗവാൻ പോലും തൻ്റെ ഭക്തനായ ഭീഷ്മ പിതാമഹൻ്റെ വാക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയുധം എടുത്തുവെങ്കിൽ ആ ഭീഷ്മ പിതാമഹൻ നിസ്സാരനല്ല. അങ്ങനെയുള്ള ആ ഭീഷ്മ പിതാമഹനാൽ സംരക്ഷിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന കൗരവപട അപര്യാപ്തമാണ്. എന്നാൽ ഭീമനാൽ നയിക്കപ്പെടുന്ന പാണ്ഡവ സൈന്യം പര്യാപ്തമാണ് ഈ യുദ്ധം ജയിക്കുന്നതിന്. നോക്കൂ, ഏകദേശം 21,000-ൽ പരം ആനകൾ, അതിൻ്റെ ഇരട്ടി വരുന്ന കുതിരകൾ, അതിൻ്റെ 5 ഇരട്ടി 3 ഇരട്ടി വരുന്ന കുതിരകൾ, അതിൻ്റെ 5 ഇരട്ടി വരുന്ന കാലാൾപ്പടകൾ, ഇതൊക്കെ അടങ്ങിയതാണ് ഒരു അക്ഷൗഹിണി സൈന്യം എന്ന് പറയുന്നത്.